ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റിവെഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ 3 12ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി ഓരോ എപ്പിസോഡ് കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ സീസൺ 3 അവസാനിച്ചു. അടുത്ത നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ വെടികൊണ്ട കാക്കച്ചോ കിസക്കിയെ നോക്കുന്നു. വീണ്ടും എന്റെ പ്ലാൻ ആ ടാക്കിമിച്ചി ഇല്ലാതാക്കിയ. ഇനി എനിക്ക് മൈക്കയെ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇസാനയെ യൂസ് ചെയ്യും. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നീ മാത്രമാണ് കാക്കച്ചോ എന്ന് കിസക്കി പറയുന്നു. എനിക്കറിയാം കിസക്കി, ഇസാനയുടെ അടുത്തോട്ട് നിന്നെ വരാൻ ഞാൻ സമ്മതിക്കുന്നില്ലല്ലേ, ഇനി ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ കാക്കച്ചോ കിസക്കിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടുന്നു. പെട്ടെന്ന് തന്നെ വീണ്ടും കിസക്കി കാക്കച്ചോയെ ഷൂട്ട് ചെയ്യുന്നു. എന്നാ പെട്ടെന്നാണ് ആ കാര്യം സംഭവിക്കുന്നത്. കാക്കച്ചോയുടെ മുമ്പിലോട്ടതാ ഇസാന ചാടുന്നു. കിസക്കി വെച്ച വെടിയെല്ലാം തന്നെ ഇസാനക്കാണ് കൊള്ളുന്നത്. ഇത് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നു. ഇസാന എന്തിന് എന്ന് പറഞ്ഞ് കിസക്കി വരെ ഷോക്കാവുന്നു. ഒരു സർവന്റിനെ രക്ഷിക്കാൻ വേണ്ടി എന്തിനാ രാജാവ് തന്റെ ജീവൻ കളയുന്നേ എന്ന് ചോദിക്കുകയാണ് കിസക്കി. എടാ ഇസാന, നീ എന്താണ് ഈ കാണിച്ചേ എന്ന് പറഞ്ഞ് കോക്കച്ചോ തന്നെ ചോദിക്കുന്നു. സർവന്റായിട്ട് ഞാൻ നിന്നെ വെച്ചത് കൊണ്ട് എന്റെ ബോഡി ഓട്ടോമാറ്റിക്കലി നിന്നെ പ്രൊട്ടക്ട് ചെയ്തതാ. മൈക്കി, ടെഞ്ചുക്കോ തോറ്റുപോയി. ഇസാന, അത് ഞാൻ പറഞ്ഞോളാം, നീ നിന്റെ വായ കൊണ്ട് പറയല്ലേ എന്ന് കോക്കച്ചോ ഇസാനയോട് പറയുന്നു. നിനക്കിപ്പോഴും അറിയില്ല കോക്കച്ചോ, നീ എന്തിനാ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ കളയുന്നേ? സർവൻസ് വേണം കിങ്ങിന് വേണ്ടി ജീവൻ കളയാൻ. കിങ് ഒരിക്കലും സർവൻസിന് വേണ്ടി ജീവൻ കളയരുത്. നീ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കൊരു കിണ്ടം ഉണ്ടാക്കാൻ പറ്റൂ. അതിന് നീ വേണം എന്ന് കോക്കച്ചോ പറയുന്നു. എനിക്കുള്ള കിണ്ടമല്ല, നമുക്കുള്ള കിണ്ടം. സോറി കാക്കച്ചോ, എനിക്കെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം ടെഞ്ചിക്കോ മെമ്പേഴ്സിന് ആർക്കുന്നതിന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് എന്നെ ആംബുലൻസിന് കോൾ ചെയ്യ് എന്ന് മോച്ചോ വിളിച്ചു പറയുന്നു. എന്ത്, ലീഡറെ തന്നെ ഷൂട്ട് ചെയ്തോ? കോക്കച്ചോയെ ഷൂട്ട് ചെയ്തോ? ടെഞ്ചിക്കോയുടെ അവസാനമാണോ ഇത് എന്ന് പറഞ്ഞ് ടെഞ്ചിക്കോ ഗാങ്സ് എല്ലാവരും സംസാരിക്കുന്നു. മൈക്കി, നീ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ ബ്രദേഴ്സാണ്, തീർച്ചയായിട്ടും ഞാൻ നിന്നെ രക്ഷിക്കും, മിണ്ടാണ്ടിരിക്കുക എന്ന് മൈക്കി ഇസാനയോട് പറയുന്നു. എനിക്കും ഹേമയ്ക്കും ഷിനിച്ചിറോയെ എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്ന് മൈക്കി പറയുന്നു. ഇത് കേൾക്കുന്ന കോക്കച്ചോ ഒരു കാര്യം ചിന്തിക്കുവാണ്. പണ്ട് രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് ഷീനിച്ചിറോക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുവാണ് ഇസാന. അപ്പോഴൊക്കെ അവൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കോക്കച്ചോ കണ്ടിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഞാൻ എന്റെ അമ്മയെ കണ്ടു, എന്നെ അന്ന് വിട്ടിട്ട് പോയ എന്റെ അമ്മയെ എന്ന് പറഞ്ഞ് ഇസാനയും ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. ഗെയിമിംഗ് സെന്ററിന്റെ അകത്തോട്ട് അവന്റെ അമ്മ കയറി പോകുന്നത് ഇസാന കാണുന്നു. കോക്കച്ചോ, നീ വീട്ടിലോട്ട് പോക്കോ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ ഇസാനയും അതിന്റെ അകത്തോട്ട് കയറി പോകുന്നു. അങ്ങനെ ഇസാന നേരെ അവന്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അമ്മ, അമ്മ എന്തിനാ എന്നെ വിട്ടിട്ട് പോയെ എന്ന് ഇസാന അവരോട് ചോദിക്കുന്നു. കോക്കച്ചോയും പുറത്തു നിന്ന് ഇത് കാണുന്നുണ്ട്. എന്നെ എന്തിനാ വിട്ടിട്ട് പോയ അമ്മ? ഓ ശല്യം എന്ന് പറഞ്ഞ് അവരും കേൾക്കാത്ത പോലെ നിൽക്കുന്നു. ഞങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണോ നിങ്ങൾ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നേ? ഇത് കേട്ട അവർ, നീയൊന്നും എന്റെ മകനെയല്ല, എന്റെ എക്സ് ഹസ്ബൻഡിനും അവരുടെ ഫിലിപ്പൈൻ വൈഫിനും ഉണ്ടായ മകനാണ് നീ. അവനൊരു ഒന്നിനും കൊള്ളാത്തവനായിരുന്നു, പക്ഷേ ഒരുത്തൻ അവനെ കത്തിവെച്ച് കുത്തി അങ്ങ് കൊന്നു. നീ എന്റെ സ്റ്റെപ്പ് ചൈൽഡ് മാത്രമാണ്, അതിൽ രക്തബന്ധമൊന്നുമില്ല എന്ന് അവർ പറയുന്നു. സോ ഹേമ മാത്രമാണ് അവളുടെ മകൾ, അതുകൊണ്ടാണ് ഹേമ തന്റെ സിസ്റ്റർ അല്ല എന്ന് ഇസാന പറഞ്ഞത്. സോ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഇസാന ഷീനിച്ചനോട് അടുത്തോട് ചെന്ന് അവനെ അടിക്കുന്നു. ഇതെല്ലാം നിനക്ക് നേരത്തെ അറിയാമായിരുന്നല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഞാൻ എന്തിനു പറയണം? പറഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നേ? നമുക്കുള്ളിൽ ഒന്നും മാറാൻ പോകുന്നില്ല. നീ എന്റെ ബ്രദർ തന്നെയാണ്. വായടക്ക്. എന്തിന് നീ എന്റെ ലൈഫിലോട്ട് വന്നു? നീ വരാതിരുന്നിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നില്ലേ? എന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടെന്ന് നിനക്കറിയോ ഷിനിച്ചിറോ? രക്തബന്ധമെന്ന് പറയാൻ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് നടന്നതല്ല ഇസാന പറയുന്നു. മനസ്സിലായോ മൈക്കി, ഞാൻ നിന്റെ ബ്രദർ അല്ല. ഇത് കേട്ട് അങ്ങനെയാണെങ്കിൽ മൈക്കിയുടെ ബ്രദർ അല്ലേ ഇസാന എന്ന് ചിന്തിക്കുവാണ് ടാക്കിമിച്ചി. ഷിനിച്ചിറോ, നീ, ഹേമ ആരും എന്റെ സിബ്ലിങ്സ് അല്ല. ഇത് കേട്ട് എല്ലാവരും ഷോക്കാവുന്നു. കിസക്കിയും ഷോക്കായിട്ട് നിൽക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ, ഞാൻ നിന്റെ ബ്രദർ അല്ല. ഇനിയും നീ എന്നെ രക്ഷിക്കോ? പറ്റില്ലല്ലേ? അതെ ഹേമ എന്ന് പറഞ്ഞ അവൻ എന്തോ പറയാൻ വേണ്ടി വരുന്നു, പക്ഷെ അത് നമുക്ക് കേൾക്കുന്നില്ല. അങ്ങനെ ഇസാന അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. മരിച്ചുപോയ ഇസാനയെ വിളിച്ചോണ്ടിരിക്കുകയാണ് കാക്കച്ചോ. അവൻ മരിച്ചതാലോചിച്ച് സങ്കടപ്പെടാൻ ഇവിടെ ഇപ്പൊ കാക്കച്ചോ മാത്രമേ ഉള്ളൂ. തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ജീവൻ കളഞ്ഞത്. ഇസാന, ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. മരിക്കുകയാണെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഞാൻ നിന്റെ അടുത്തോട്ട് വരും എന്ന് പറഞ്ഞ് കോക്കച്ചോ കരയുന്നു. ഇത് കണ്ട് ടാക്കമിച്ചക്ക് ഒരുപാടധികം സങ്കടമാവുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മഞ്ഞ് പെയ്യുന്നത്. ഇത് കാണുന്ന കോക്കച്ചോ ഒരു കാര്യം ആലോചിക്കുന്നു. അതാ പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും മഞ്ഞിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇസാന, ആ ലൈനിന് അപ്പുറത്തോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് കോക്കച്ചോ പറയുന്നു. ഈ ലൈൻ എന്ന് പറയുന്നത് മറികടക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് കാക്കച്ചോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്നോമാൻ പൊട്ടിക്കുകയാണ് ഇസാന.
ശരി, ഞാൻ ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോക്കച്ച് അവിടെ നിന്നും പോവാൻ നിൽക്കുന്നു. ശരി വാ, നമുക്ക് രണ്ടുപേർക്കും ഇഗ്ലോ ഉണ്ടാക്കാം എന്ന് ഇസാന പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ഇഗ്ലോ ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ കാസിൽ. ഞാൻ എന്റെ പ്ലാനിനെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇതാണ് എന്റെ പ്ലാൻ. വലുതായതിനു ശേഷം നമ്മൾ രണ്ടുപേരും ഒരു സ്ട്രോങ്ങസ്റ്റ് കൺട്രിയെ ക്രിയേറ്റ് ചെയ്യും. നിന്റെ ഈ വർത്താനം കേൾക്കുന്നില്ലെങ്കിൽ നീ എന്നെ കൊന്നുകളഞ്ഞു. ഇതൊക്കെ ഒരുപാട് ഓവറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് കോക്കച്ചോയും പറയുന്നു. സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്നതാണ് എന്റെ പോളിസി. നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു സ്ക്വാഡിനെ തന്നെ ഉണ്ടാക്കി തരും. എന്റെ കൺട്രിയിലെ ഫാമിലി ഇല്ലാത്തവരാണ് സിറ്റിസൺസ്. ഹേയ് സിറ്റിസൺസ്, എല്ലാവരും എനിക്ക് വേണ്ടി ടാക്സ് അടക്കൂ എന്ന് പറഞ്ഞ് ഇസാനയും കോക്കച്ചോയും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ഇനി തോറ്റുപോവില്ല. എന്തായാലും ശരി, എനിക്ക് വേണ്ടി ഒറ്റയ്ക്കൊരു കൺട്രി ഞാൻ ഉണ്ടാക്കും. ആ കൺട്രിയുടെ പേരെന്താണെന്ന് നിനക്കറിയോ? ടെഞ്ചിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണോ എന്ന് കോക്കച്ചോയും ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു കൺട്രി ഉണ്ടാക്കും എന്നവൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം തന്നെ ആലോചിക്കുകയാണ് കോക്കച്ചോ. ടോമാൻ, ടെഞ്ചിക്കോ, എല്ലാവരും ഇവിടെ നിന്നും പിരിഞ്ഞു പോ. ഫൈറ്റ് എല്ലാം തന്നെ അവസാനിച്ചു എന്ന് മൈക്കി പറയുന്നു. ശരിക്കും ഫൈറ്റ് എല്ലാം അവസാനിച്ചോ എന്ന് പറഞ്ഞ എല്ലാവരും നോക്കുവാണ്. മൈക്കി, നീയും ഇവിടെ നിന്ന് പോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് ടെഞ്ചിക്കോയുടെ ഓഫീസേഴ്സ് പറയുന്നു. ഇസാന ഞങ്ങളുടെ സ്വന്തം ഗോളിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇസാന, കോക്കച്ചോ, നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് കണ്ട് ഞങ്ങൾ ഒരുപാട് അധികം ഇൻസ്പയർ ആയി. നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഗ്രേറ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസ് ആണ് എന്ന് ഹൈറ്റാനി ബ്രദേഴ്സിലെ റാൻ പറയുന്നു. ഇതേ സമയം എല്ലാവരെയും കിസുകിയെ നോക്കുവാണ്. നിന്നോട് മാത്രം എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ലടാ എന്ന് മൈക്കി കിസുകിയോട് പറയുന്നു. മൈക്കി കിസുകിയുടെ അടുത്തോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ബൈക്കിൽ ഒരാൾ വന്ന് കിസുകി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഹാൻമയായിരുന്നു അത്. ഇപ്പൊ ഇവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് പറഞ്ഞ് ടാക്കമിച്ചി ചിന്തിക്കുന്നു. ഹേ ടാക്കമിച്ചി, വേഗം കേറ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് വരുവാണ് ഡ്രാഗൺ. ഹീനെ എങ്ങനെ ഒറ്റയ്ക്ക് വിട്ടു പോകുമോ എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. ടാക്കമിച്ചി, ഹീനയെ ഞാൻ നോക്കിക്കോളാം, നീ ചെയ്യേണ്ടത് ചെയ് എന്ന് പറയുവാണ് മൈക്കി. നവൂട്ടോ, അവസാന കിസുകിയെ ഞാൻ എല്ലാത്തിനും തടുത്തു. ടോമാനെ കൺട്രോൾ ചെയ്യുന്ന ഡ്രാഗനെ അവൻ കൊന്നു കളഞ്ഞു. കാസറ്റോറയെ മാനിപ്പുലേറ്റ് ചെയ്ത് ബാജിനെയും കൊന്നു. ഫ്യൂച്ചറില് ചീഫ്യുവിനെയും കൊന്നു. നവൂട്ടോ, ഹേമ, ഇപ്പോ ഇസാനെയും കാക്കച്ചോയും. ഹീനയെ അവൻ ഒരുപാട് വട്ടം കൊന്നു. ഇപ്രാവശ്യം ഞാൻ ഒരിക്കലും അവനെ വിടില്ല. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ വീണ്ടും അവൻ ടൈം ട്രാവൽ ചെയ്ത് എല്ലാതും പഴയതുപോലെ ആക്കിയ എന്നിട്ട് ആക്കിമിച്ചി ചിന്തിക്കുന്നു. വേഗം പോടാ എന്ന് പറഞ്ഞുകൊണ്ട് കിസുകി ഹാൻമയുടെ കൈ പിടിച്ചു തിരിക്കുന്നു. എടാ പ്രാന്ത, കയ്യിൽ നിന്നും വിട് എന്ന് ഹാൻമ പറഞ്ഞു തീരുമ്പോഴേക്കും അവരുടെ ബൈക്ക് കൺട്രോൾ പോയി താഴെ വീണു. താഴെ വീണ കിസുകി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ടാക്കിമിച്ചി അത് അവന്റെ മുൻപിൽ. എന്റെ സിസ്റ്ററെ എങ്ങനെയെങ്കിലും രക്ഷിക്ക് എന്ന് നവൂട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവൂട്ടോ, ഇവന് തീരുമാനം ഉണ്ടാക്കണ്ട, സമയം വന്നു കഴിഞ്ഞു എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. പെട്ടെന്ന് തന്നെ കിസുകി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുവാണ്. ടാക്കമിച്ചിയും പുറകെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവന്റെ കാലിൽ പരിക്ക് പറ്റിയത് കൊണ്ട് അവൻ ഓടാൻ വേണ്ടി സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഡ്രാഗൺ വന്ന് ടാക്കമിച്ചിയെ തോളിലേറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഡ്രാഗൺ എന്ന് ടാക്കമിച്ചി പറയുന്നു. ഇതിനു മുൻപ് നീ എനിക്ക് ചെയ്തതാണ് ഞാൻ നിനക്ക് ചെയ്യുന്നത്. കിയോമെസ എന്നെ കൊന്നപ്പോ നീയല്ലേ എന്നെ തൂക്കിക്കൊണ്ടുപോയത് എന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ അന്ന് മരിക്കാൻ പോവാന്നുള്ള കാര്യം നിനക്ക് മുന്നേ തന്നെ അറിയായിരുന്നല്ലേ? ഫ്യൂച്ചറിന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാത്തിനും അവനല്ലേ കാരണം എന്ന് ഡ്രാഗൺ ചോദിക്കുന്നു. അതേന്ന് ടാക്കമിച്ചി പറയുന്ന സമയത്താണ് പുറകിലൂടെ ഹാൻമ വരുന്നത് അവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഡ്രാഗൺ ഹാൻമയെ തടുക്കുന്നു. നിന്നെ കൊണ്ട് അവന്റെ പുറകെ ഓടാൻ പറ്റുമോ എന്ന് ടാക്കമിച്ചിയോട് ചോദിക്കുവാണ് ഡ്രാഗൺ. കുഴപ്പമില്ല, ഞാൻ ഓടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ടാക്കമിച്ചി അവിടെ നിന്ന് ഓടുന്നു. എന്നാ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ഡ്രാഗണും പറയുന്നു. ഹാൻമയും അത്ര നിസ്സാരക്കാരനല്ല. നിന്റെ മരണം എന്റെ കൈകൊണ്ടാടാ എന്ന് ഹാൻമ ഡ്രാഗനോട് പറയുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന കിസുകി പേടിച്ച് താഴെ വീഴുന്നുണ്ട്. എന്നാൽ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടുവാണ്. ടാക്കമിച്ചിയും പുറകെ തന്നെ പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു കാറിന്റെ പുറകിൽ ഒളിച്ചിരുന്ന കിസുകി ഒരു കല്ല് വെച്ച് ടാക്കമിച്ചി അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അത് കാര്യമാക്കാതെ ടാക്കമിച്ചി വീണ്ടും കിസുകി അറ്റാക്ക് ചെയ്യുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ പറഞ്ഞതുപോലെ ഇനി ഒരേ ഒരു എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ സീസൺ 3 അവസാനിച്ചു. അടുത്തത് ഏത് ആനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.